അത് ഇവരൊക്കെ ആരാണ് ദേവ? എനിക്ക് ഇവരെ കണ്ടിട്ട് പേടിയാകുന്നു. ഇവർ ദേവലോകത്തെ അപ്സരസുകളാണ്, ദേവനർത്തകികൾ. ഭയപ്പെടണ്ട, മാലാകമാരെ പോലെ നിഷ്കളങ്കരാണിവർ. ദേവ, ഇവര് പറഞ്ഞു വിടൂ. അങ്ങയോടൊപ്പം മറ്റു സ്ത്രീകൾ നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. പോകാൻ പറയൂ. അവരെവിടെ? അവരെല്ലാം പോയി കഴിഞ്ഞു. ഇതുപോലെ അങ്ങ് എന്നെ വിട്ടു പോകുമോ? ഇല്ല, അപ്സരസുകൾ തോൽക്കുന്ന ഈ സൗന്ദര്യം ഇന്ദ്രദേവന്റെ പോലും മനസ്സിളക്കും. ഉണ്ണിമായിയെ സ്വന്തമാക്കാനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ശരിക്കും ഗന്ധർവ ലോകത്തിലാണ്. പൂക്കളുടെ സുഗന്ധം, സ്വർഗീയ സംഗീതം എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങടുത്ത് വരൂ. ഞാൻ എന്റെ ദേവനെ തൊട്ടോട്ടെ? അതിനെന്താ, ഞാനിപ്പോൾ ഉണ്ണിമായിയുടെ സ്വന്തമല്ലേ. ഉണ്ണിമായി, മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്കെല്ലാം കാണാം, തൊടാം. ഈ ശരീരത്തിലെ ചൂട്, ഈ കണ്ണുകൾ, ചുണ്ട്, മൂക്ക്, ആടാഭരണങ്ങൾ എല്ലാ യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങയുടെ ദേവനാണ്, ഗന്ധർവ രാജകുമാരൻ. എന്നെ വിട്ട് പോവല്ലേ? എനിക്കെപ്പോഴും ഉണ്ണിമായെ കാണണം, ഈ സ്നേഹം അനുഭവിക്കണം. പക്ഷേ എന്താണ് പറയാൻ വന്നത്? അങ്ങക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്ത് വരാമല്ലോ. വരാം. ഈ വേഷമാണ് പ്രശ്നം. ഗന്ധർവനായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉണ്ണിമായിയെ കാണാൻ ശ്രമിച്ചാൽ അത് കുഴപ്പമാകും. അതുകൊണ്ട് ഞാൻ പല വേഷങ്ങളിൽ പല സമയങ്ങളിൽ ഉണ്ണിമായിയെ കാണാൻ വരാം. അങ്ങനെ വന്നാ മതി. ഈ സ്നേഹം നുകർന്ന് ഞാനൊരു സ്വർഗലോകം തീർക്കും. അവിടെ എന്റെ അരികിൽ മഹാറാണിയായി ഉണ്ണിമായ എന്നും ഉണ്ടാകും. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലേക്കേറ്റി വെക്കരുതെന്ന്. നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്താ? പിന്നെ ആ കുട്ടിയാണ് തെറ്റുകാരി. നിനക്ക് അസൂയാണ്, ഒരുതരം ചീപ്പ് ഈഗോ. അപ്പോ നീ അവളെ ചതിക്കാതിരുന്നാ മതി. ഞാനതിന് ഉണ്ണിമായെ ചതിച്ചിട്ടില്ല. ചതിച്ചതിന് തുല്യല്ലേ അത്? ആ കുട്ടിയുടെ മനസ്സിലാക്കി നീ അവളുടെ ഉള്ളിൽ ഗന്ധർവനായി മാറി. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ഞാൻ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു എന്നത് ശരിയാണ്. ഗന്ധർവനെ അല്ലാതെ ഈ അപ്പൂനെ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. എടാ, ഗന്ധർവ സങ്കല്പത്തിനപ്പുറം ആ കുട്ടിക്ക് ഇനി പോകാൻ കഴിയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നീ അപ്പുവാണെന്ന സത്യം മനസ്സിലായാൽ ചിലപ്പോ ആ കുട്ടിക്ക് മെന്റൽ ഷോക്ക് ആവാൻ സാധ്യതയുണ്ട്. അവളുടെ ജീവിതം തന്നെ തരാലായെന്ന് വരാം. ഇനി ഞാൻ എന്ത് ചെയ്യും രവി? ഉണ്ണിമായിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാനാവില്ല. ഇനി നീ ഗന്ധർവനായി തന്നെ അഭിനയിച്ചു. അതാ കറക്റ്റ്. നീ അപ്പുവാണെന്ന് അറിയുന്നവരെ അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കടാ. അപ്പോ ഇനി എല്ലാം അപ്പുവിന്റെ ഇഷ്ടം പോലെ ചെയ്യും.
ഉണ്ണിമായി, ഉണ്ണിമായി. എന്റെ ദൈവ, എടി ഉണ്ണിമായേ, ഇനി എണീറ്റില്ലേ നീ? ദാ വരുന്നമ്മേ. തമ്പുരാട്ടിയുടെ പള്ളിയിറക്കം കഴിഞ്ഞെങ്കി ഒന്ന് അടുക്കളയിലോട്ട് ചെല്ല്. അമ്മാവൻ ഉണരുന്നതിന് മുമ്പേ വല്ലതും വെച്ചുണ്ടാക്കേണ്ടതാ. ഇതാ വന്നുള്ളൂ ഞാൻ. അമ്മ പിന്നെ എന്തിനാ നൊടീന? നിന്റെ ചുണ്ടിന് എന്ത് പറ്റിയടി? മുറിഞ്ഞ് ചോര പൊടിഞ്ഞിരിക്കുന്നല്ലോ. ഓ അതോ, അത് ഇന്നലെ രാത്രി ഒരു കട്ടുറുമ്പ് കടിച്ചതാ. രാത്രിയും കണ്ടമാനം മാത്രം വാരി വലിച്ചു തിന്നും. കിടക്കുന്നതിന് മുമ്പ് നിനക്കൊന്ന് പല്ല് വെച്ചൂടെ? അല്ല, ഇന്നെന്താ സ്കൂളിൽ പോകുന്നില്ലേ? വക്കീലിനെ കണ്ടു ഉടനെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി നീ എവിടെ പോയിരുന്നു? അത് പിന്നെ വക്കീലിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി എന്റെ കൂട്ടുകാരൻ രവിയുടെ വീട് വരെ ഒന്ന് പോയി. എന്നിട്ട് ജാമ്യം കിട്ടിയോ? ഇല്ല, വക്കീൽ ഇപ്പോഴും ഡൽഹി തന്നെയാ. എത്തിയാലുടൻ. വക്കീൽ എന്താ ചീഫ് ജസ്റ്റിസോ അഡ്വക്കേറ്റ് ജനറലോ ആവാൻ പോയതാണോ? എന്താ പരിഹസിക്കുകയാണോ? അല്ല, ഈ ജാമ്യം എന്ന് പറഞ്ഞ എടുത്ത പൊങ്ങാത്ത വല്ലതുമാണോ? വക്കീൽ ഡൽഹിയിൽ നിന്ന് വരുവോ വരാതിരിക്കോ അതൊന്നും എനിക്കറിയണ്ട. ഏതായാലും ഞാൻ ഒരാഴ്ച കൂടി സമയം തരും. അത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മേനകയുടെ വിധം മാറും. അല്ല, ശങ്കരനൊന്ന് ഉണങ്ങിയിട്ടുണ്ടല്ലേ? കയറി ഇരുന്നാട്ടെ മാഷെ. ഇരിക്കാനൊന്നും നേരമില്ല. അതേ, നമ്മളെ സ്കൂൾ മാനേജർ ഉണ്ടല്ലോ, നമ്മളെ സ്കൂൾ മാനേജർ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ഭാര്യ ചെന്നപ്പോ അവിടെ ഇല്ല. എന്നാ ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയിട്ട് പോവാന്ന് വെച്ചാ നമ്മള് വന്നത്. എന്തേ? വാര്യര് തമ്പുരാൻ ഇപ്പോഴും ഇങ്ങോട്ടും വരാറില്ല. പുരുഷൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞിനു. അല്ല, ആരാ ഇത്? മൊയിൻ മാഷോ? ഇങ്ങോട്ടൊക്കെ വഴി അറിയോ? വഴിമാറുന്നിട്ടല്ല, ഉള്ള കാര്യം പറയാലോ. ഭാര്യര് ഇവിടെ എങ്ങാനും ഉണ്ടാവോന്ന് പേടിച്ചിട്ടാ. അല്ല മനുഷ്യ, നിങ്ങളല്ലേ നേരത്തെ ബീഡി തീർന്നു എന്ന് പറഞ്ഞത്? എന്നിട്ടെന്താ പോകുന്നില്ലേ? അതിന് കാശ് വേണ്ടേ കമലാക്ഷി? ബീഡിക്കൊക്കെ ഇപ്പൊ എന്താ വില? അത് മാഷ് തരുന്നേ. പിന്നല്ലാതെ ശങ്കരൻ വേണമെങ്കിലേ പോയിട്ട് വീടിക്കമ്പി എന്നെ വിലക്ക് വാങ്ങിച്ച. ഒരു ഗാന്ധിനോട്ട് കണ്ടിട്ട് എത്ര ദിവസമായി. വരാ. ആ, വരൂ മാഷേ.